അതെ ദുഃഖത്തിലാഴ്ത്തുന്നത്. അപ്പോൾ എൻ്റേതുകളെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? ഞാനും ഈശ്വരനും ഒന്നാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിലെ സർവ്വതും ഈശ്വര സ്വരൂപമാണെങ്കിൽ പിന്നെ ആരാരെ പിരിയും? ആരാരെ വേർപെട്ടു പോകും? ഇല്ലല്ലോ, വേർപെടാനൊന്നുമില്ല. അങ്ങനെ ഞാനും ഒന്നു തന്നെയാണ്. അതുകൊണ്ട് മമത ഉപേക്ഷിക്കുക. അവർ പറഞ്ഞു, എത്ര എളുപ്പത്തിലാണ് ഭഗവാൻ ഇത് പറഞ്ഞു. മമത ഉപേക്ഷിക്കാൻ ഋഷീശ്വരന്മാരൊക്കെ എത്ര കഷ്ടപ്പെട്ട്, എത്ര കാലം, എന്തൊക്കെ പരീക്ഷണങ്ങളിലൂടെയാണ് അവരുടെ മനസ്സിനെ ഇങ്ങനെ ഈ എൻ്റേതെന്ന ഭാവനകളൊക്കെ വിട്ട് ഈ പറയുന്ന ആനന്ദത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. ഇവിടെ ഭഗവാൻ പറയുന്നത്, ഈ ഒറ്റ രാത്രി കൊണ്ട് നാളെ നേരം പുലർന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാ ഈ മമതയൊക്കെ ഇല്ലാതാക്കുക ഭഗവാൻ? അങ്ങനെയാണെങ്കിൽ ഭഗവാൻ തന്നെ എനിക്ക് അതിനൊരു വഴി പറഞ്ഞു തരണം. ആരെയാണ് ഞാൻ പിന്തുടരേണ്ടത്? ഏതൊരു ഗുരുവിനെയാണ് ഞാൻ ഭരിക്കേണ്ടത്? ഏതൊരു ദർശനത്തെയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? സിംഹം ആക്രമിക്കുന്നത് ധൈര്യം കൊണ്ടല്ല, ഭയം കൊണ്ടാണ്. ഭയമുള്ളവയാണ് ഏറ്റവും പെട്ടെന്ന് ആക്രമിക്കുക. അതുകൊണ്ട് ക്ഷമയും തിദീക്ഷയും എവിടെയുണ്ടോ അവിടെയാണ് ധീരതയുള്ളത്. ഭൂമിദേവി ക്ഷമിക്കുന്നു, സഹിക്കുന്നു. ഭൂമി എൻ്റെ ഗുരുവാണ്. സൂര്യൻ എന്നെ പഠിപ്പിച്ചു. മാധ്യമഭേദം കൊണ്ടാണ് പലതിനും പല പല രൂപഭേദങ്ങൾ ഉള്ളതായി തോന്നുന്നത്. സൂര്യൻ വെള്ളത്തിൽ പ്രതിബിംബിക്കുമ്പോൾ ഒരു രൂപം, ശുദ്ധജലത്തിലോ മറ്റൊരു രൂപം, കടലിൽ മറ്റൊരു രൂപം, തടാകത്തിൽ മറ്റൊരു രൂപം, കണ്ണാടിയിൽ മറ്റൊരു രൂപം. സാത്വിക, രാജസ, താമസ ഗുണഭേദങ്ങളുടെ വ്യത്യസ്തമായിരിക്കുന്ന മാധ്യമങ്ങൾ